പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ. വിശുദ്ധ മത്തായി 26-ന്റെ 17-18 വാക്യങ്ങൾ. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറയുവീൻ. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു, പെസഹ ഒരുക്കി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നമുക്ക് നന്ദിയോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോക ജീവിതത്തിൻ്റെ ആരാധനയുടെ ശ്രേഷ്ഠതകളെ മുറുകെ പിടിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് നൽകിയ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവമേ, ഒരു കഷ്ടാനുഭവത്തിൻ്റെ അവസാന നിമിഷത്തിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഒന്നുകൂടി മനുഷ്യരാകുന്ന ഞങ്ങളെ, അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരെയും വളരെ ഭംഗിയായി പരിപാലിക്കപ്പെടുവാൻ എന്തൊക്കെയാണ് ഞങ്ങൾ ഒരുക്കേണ്ടത്, എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നുള്ളത് അതുവരെയും തൻ്റെ ശിഷ്യന്മാർക്ക് അറിയാതിരിക്കുമ്പോഴും കർത്താവ് പറയുന്ന വാക്കുകളിൽ വിശ്വസിച്ച് പോകുന്ന സ്ഥലത്ത് ആ ഭവനത്തിൽ ചെന്ന് പറയുകയും അവിടെ ആ ഗുരുവിന് വേണ്ടി ഈ വിരുന്നൊരുക്കുകയും ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഈ രാത്രിയിൽ ഞങ്ങളെ ഒന്നുകൂടി ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് വരാൻ ഞങ്ങളെ ശക്തനാക്കണമേ. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും രോഗങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എങ്കിലും അതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പകരപ്പെടുവാൻ ദൈവം സഹായിക്കണം. എല്ലാവിധ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾ നന്മയുടെ വഴികൾ തിരിച്ചറിയുന്നു. ആ നന്മയാണ് യേശുക്രിസ്തു തൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കുചേർന്ന് ഞങ്ങൾ വിശ്വസ്തരായി ജീവിക്കുവാൻ ദൈവം കൃപ ചെയ്യണം. യേശുക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പെസഹ ദിവസത്തിലേക്കാണ് ഈ സമയം നമ്മളായിരിക്കുന്നത്. ചില പ്രിയപ്പെട്ടവർ സ്ഥിരീകരണത്തിനും ചിലർ സ്ഥാനത്തിനുമൊക്കെ ഒരുങ്ങി ചില നാളുകൾ കൊണ്ട് പഠിച്ച് അവർ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ വ്യക്തമായി ഓർപ്പിക്കുന്നത് പെസഹയും വിശ്വാസിയും എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്ക് ഞാൻ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പെസഹയുടെ കാലഘട്ടങ്ങൾ, അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ വളരെ അനുഗ്രഹമായ രീതിയിൽ, അല്ലെങ്കിൽ വളരെ ശക്തമായ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കടന്നുപോയി. അതുകൊണ്ട് തന്നെ അന്നത്തെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കഴിഞ്ഞത് ആ ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടളയിലെ നെടുമ്പടിയിലും കുറുമ്പടിയിലും തളിപ്പിച്ച് കഴിയുമ്പോൾ സംഹാരകൻ കടന്നു വരാതെ അവരെ, ആ ദേശത്തുള്ളവരെയും സുരക്ഷിതമായി കാത്തു എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞ വാക്ക് 17-ാമത്തെ വാക്യം വായിച്ചത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം നാളെന്നാണ്. പുളിപ്പ് മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ ചിലപ്പോൾ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, ചില ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിന്
പുളിപ്പ് ആവശ്യമാണ്. പക്ഷേ തലേ ദിവസം എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങൾ ഏതെങ്കിലും ഉണ്ടാക്കുന്നതിന് അരച്ച് പുതിയതിൽ കൂടെ മിക്സ് ചെയ്ത് കുറേ കഴിയുമ്പോൾ അത് പുളിമാവായി മാറാറുണ്ട്. തൈരും അത് തന്നെയാണ്. പുളിക്കുന്നതിന് പഴയത് കുറച്ച് മിക്സ് ചെയ്ത് പുതിയതിലേക്ക് വെക്കുമ്പോൾ അത് ആ പുതിയതും കൂടെ പുളിച്ചു പോകുന്ന അനുഭവമുണ്ട്. ബൈബിൾ പറയുന്നത് പുളിപ്പില്ലായ്മ ആചരിക്കണമെന്നാണ്. പുളിപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ മാനുഷികമായ ആചാരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ദുരുപദേശങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കപടഭക്തിയായിരിക്കും, അല്ലെങ്കിൽ ദുഷ്ടത. ഇങ്ങനെയുള്ള ഒത്തിരി ചിന്തകൾ ഈ പുളിപ്പിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എപ്പോഴും മനുഷ്യനോട് പറയുന്നത് നിങ്ങൾക്ക് പുളിപ്പില്ലായ്മയുടെ അനുഭവമാണ് ആവശ്യം. എപ്പോഴും ശുദ്ധതയുള്ള ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് വരണം എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ കഷ്ടാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം കർത്താവ് പറയുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിക്കുക. കർത്താവ് മറുപടി പറഞ്ഞു. അതിന് അവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഒരാളിൻ്റെ പേരവിടെയുണ്ട്, അടുക്കൽ ചെന്ന് എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിൻ്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറവീൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. പെസഹ ഒരുക്കി. നാം വളരെ ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. പക്ഷേ ഈ പെസഹയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നീക്കണമെന്നാണ്. അപ്പോൾ ആദ്യ സമയം തന്നെ പുളിമാവ് പാടില്ല, അത് നീക്കണം എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ യേശുക്രിസ്തുവിനെ അറിയുന്ന സമയം മുതൽ അവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണമെന്നാണ്. കഴിഞ്ഞ നാളുകൾ ഒരു പക്ഷേ പാപത്തിലായിരിക്കാം, പാപത്തിൻ്റെ പ്രവൃത്തികൾ അവർക്കുണ്ടായിരിക്കാം, ഈ ലോകത്തിൻ്റെ ചിന്തകൾ അവർക്കുണ്ടായിരിക്കാം, ഈ ലോകത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കാം. ഇതെല്ലാം മാറി വരുമ്പോൾ ഒരു പുതിയ ഒരു അനുഭവത്തിലേക്ക് വരാൻ ഒരു മനുഷ്യനെ ക്ഷണിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് പറയുന്ന 1-ാം ദിവസം തന്നെ, അതായത് തുടക്കം തന്നെ പുളിച്ച മാവ് നീക്കണമെന്നാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പഴയത് നിൽക്കാൻ പാടില്ല, പഴയ സ്വഭാവങ്ങൾ മാറ്റണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം എന്നുള്ളതാണ് ഈ വേദഭാഗത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശം. അത് രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ, അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ യേശുക്രിസ്തുവിനെ എപ്പോഴാണോ അറിയുന്നത് ആ സമയം മുതൽ അവർ വിശുദ്ധരായി ജീവിക്കണമെന്നാണ്. ഒരു വിശുദ്ധയോടുകൂടെയുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അല്ലാതെ നമ്മൾ പഴയ മനുഷ്യനായി വീണ്ടും പുളിമാവ് എല്ലാ കാലത്തും, എത്ര കാലം കഴിഞ്ഞാലും, എത്ര പെസഹ ഒരുക്കിയാലും, എത്ര പെസഹാപ്പത്തിൻ്റെ പിന്നാലെ നമ്മൾ പോയാലും പുളിമാവിൻ്റെ അനുഭവം മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ ജീവിതത്തെ വീണ്ടും പുളിപ്പിക്കുകയുള്ളൂ, അത് ഭാരമുണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ 1-ാമത്തെ കാര്യം വിശുദ്ധമായി ജീവിക്കണമെന്നാണ്. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് 7 ദിവസം, പഴയ നിയമത്തിൽ പറയുന്ന ഭാഗങ്ങൾ, 7 ദിവസം പുളിയില്ലാത്ത അപ്പം തിന്നണം എന്ന് പറഞ്ഞാൽ ആയുസ് മുഴുവനും വിശുദ്ധരായിരിക്കണമെന്നാണ്. ഇവിടെ ഒരാഴ്ച മുഴുവനും പുളിപ്പില്ലാത്ത അപ്പം കഴിക്കണമെന്നാണ്. എല്ലാ ദിവസവും പുളിപ്പിൻ്റെ അനുഭവമാണെങ്കിൽ നമുക്കൊരു വിശുദ്ധമായൊരു ദിവസം ഉണ്ടാകുകയില്ല. നമുക്കൊരു വിശുദ്ധ ദിവസം ഉണ്ടാകണമെങ്കിൽ അത് പുളിപ്പില്ലായ്മയുടെ ദിവസമായിരിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതകാലം ഒരു ദിവസം മുതൽ ആരംഭിക്കുന്ന സമയം മുതൽ ദൈവത്തെ ആരാധിക്കുന്ന സമയം വരെയും അവന് വിശുദ്ധിയോടുകൂടെ ദൈവത്തെ ആരാധിച്ച് ദൈവികമായ സാന്നിധ്യം അനുഭവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 1-ാമത്തെ കാര്യം പറഞ്ഞത് വിശുദ്ധമായി ജീവിക്കണം.
രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിശുദ്ധരായിരിക്കണമെന്നാണ്. അപ്പോൾ വിശുദ്ധരായി ജീവിക്കണം, വിശുദ്ധരായിരിക്കണം, രണ്ട് കാര്യങ്ങൾ. മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് വിരിച്ചൊരുക്കിയ വൻമാളികയെക്കുറിച്ചാണ്. അത് ശുദ്ധീകരിച്ച ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. പ്രത്യേകമായി നേരത്തെ വിരിച്ചൊരുക്കിയതല്ല, ആ സമയത്ത് വിരിച്ചൊരുക്കുന്ന ഒരു മാളിക പ്രത്യേകമായി തയ്യാറാക്കുകയാണ്. അതുകൊണ്ട് ആ സമയത്ത് വിരിച്ചൊരുക്കിയ ഒരു സ്ഥലം, അപ്പോൾ ശുദ്ധീകരിച്ച സ്ഥലമാണ്. അത് ഹൃദയ ശുദ്ധീകരണത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പറഞ്ഞത് 3 കാര്യം പറഞ്ഞു. ഒന്ന്, വിശുദ്ധരായി ജീവിക്കണം, വിശുദ്ധരായിരിക്കണം, ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. പിന്നീട് പറഞ്ഞിരിക്കുന്നത് കയ്പ് ചീരയോടുകൂടെ തിന്നണമെന്നാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായ രീതിയിൽ പഠിക്കേണ്ടതാണ്. നമുക്കിപ്പോൾ പുതിയ നിയമ കാലഘട്ടമാണ്, സന്ദേശങ്ങളെല്ലാം പുതിയ നിയമത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പഴയത് അങ്ങോട്ട് പോകാത്തത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് കയ്പ് ചീരയോടെ നീ തിന്നണം, വളരെ തിടുക്കത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതം കഷ്ടത നിറഞ്ഞതാണ്. അതുകൊണ്ട് ആ കഷ്ടതയുടെ അനുഭവങ്ങളെ വഹിച്ചുകൊണ്ടാണ് ഈ കർത്താവിനെ രുചിച്ചറിയുവാനും അവിടുത്തെ നന്മ അനുഭവിക്കുവാനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ സുഖകരമായ ജീവിതം മാത്രമല്ല, പിന്നെയോ കുറച്ച് കാലം കുറേ കഷ്ടങ്ങളും കൂടെ അല്ലെങ്കിൽ വേദനകൾ കൂടെ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ലോക ജീവിതം കഷ്ടത നിറഞ്ഞതാണ് എന്ന് പഠിപ്പിക്കും. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഇത് ഒട്ടും ശേഷിക്കരുതെന്നാണ്. പഴയ നിയമത്തിൽ പറഞ്ഞത് പിന്നെ ഒട്ടും ശേഷിക്കാൻ പാടില്ല. പക്ഷെ ബൈബിൾ പറയുന്നത് വിശ്വാസികൾ പരദേശികളാണ്, നാളെ നമുക്കുള്ളതല്ല എന്നാണ്. അപ്പോൾ നാളത്തെക്കുറിച്ചുള്ള ഭയങ്കര ഒരു കരുതിവയ്പ് മനുഷ്യന് കുറെ കഴിയുമ്പോൾ അത് ഒന്നും ചെയ്യാൻ കഴിയാതെ അത് നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുന്നു. അതുകൊണ്ട് പറയുന്നത് നാളത്തേക്ക് വേണ്ടിയുള്ള ഒരു മാറ്റിവയ്പ്. പഴയ നിയമകാലഘട്ടത്തിൽ മന്ന കൊടുത്തപ്പോഴും അത് കൂടുതലെടുത്താൽ പുഴുത്തു പോകും. അത് നാളത്തേക്ക് വച്ചേക്കാനായിട്ട് പറ്റത്തില്ല. അത് ആ സമയം തന്നെ മഞ്ഞിൽ പൊതിഞ്ഞ് മന്ന കൊടുത്തിരുന്നു, കാറ്റിൽ പൊതിഞ്ഞ് കാടപ്പക്ഷിയെയും കൊടുത്തു. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ അപ്പവും ഇറച്ചിയും കൊടുത്ത ഒരു കാലഘട്ടമുണ്ട് പഴയ നിയമത്തിൽ. അപ്പോൾ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമവിശ്വാസികളുടെ ആരാധനയും ശുശ്രൂഷകളും ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. അത് കൃപായുഗത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുവായിട്ടുള്ള നല്ല ബന്ധം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ്. അതുകൊണ്ട് പറയുന്നത് വിശ്വാസികൾ പരദേശികളാണ്, നാളെക്കുറിച്ച് നമുക്കുള്ളത് അല്ല എന്നാണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് കൈ കെട്ടിയും കാലിൽ ചെരിപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് തിന്നേണം എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് ഒരു ആത്മീയ ശുശ്രൂഷകൾക്കും ഒരുക്കമുണ്ടായിരിക്കണമെന്നാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. കൈകെട്ടി നിൽക്കണം, കാലിൽ ചെരുപ്പിട്ട് നിൽക്കണം, അല്ലെ കയ്യിൽ വടി പിടിച്ച് നിൽക്കണം, എവിടെയോ ഒരു യാത്രയ്ക്ക് പോകാൻ നിൽക്കുന്നത് പോലെ തയ്യാറാകണം എന്നാണ്. നമുക്കറിയാം ഇപ്പോൾ പട്ടാളത്തുകാരുടെ ഇപ്പോൾ തിരക്ക് പിടിച്ചൊരു സമയമാണ്. അവർ ഗെറ്റ് റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമല്ല വിഷയം, ഫാളിങ് ആയിക്കോണം, റെഡി ആയിക്കോണം. ഒരെണ്ണം പോലും അപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്താണ് അവരിവിടെ കിടക്കുന്നത്. ഡ്രസ്സ് ഇടാനൊന്നും സമയമില്ല. ഏത് സമയത്തും കമാൻഡർ വന്ന് ഗെറ്റ് റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എല്ലാവരും എണീറ്റിരിക്കണം, കയ്യിൽ തോക്കുണ്ടായിരിക്കണം. അത്രയും ശുഷ്കാന്തിയോടുകൂടെ വസ്ത്രം ധരിച്ച് ഷൂ ഒക്കെ ഇട്ട് കിടന്നുറങ്ങുന്നതാണ്. നമ്മൾ പറയും എന്തിനായ ഇപ്പം ഇത്രയൊക്കെ വസ്ത്രങ്ങൾ ഇട്ട് കിടക്കുന്നത് ചോദിച്ചു പോകും. ബെൽറ്റൊക്കെ കെട്ടി നല്ല സൂപ്പറായിട്ട് കിടക്കുക, അല്പം കണ്ണടയ്ക്കും, അപ്പോഴായിരിക്കും കമാൻഡർ പറയുന്നത്. അതുപോലെ ഇവിടെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് കൈകെട്ടിയും കാലിൽ ചെരുപ്പിട്ടും കയ്യിൽ വടിയും പിടിച്ചുകൊണ്ട് നീ തിന്നേണം, ആരാധനയ്ക്ക് ഒരു ആത്മീക ശുശ്രൂഷയ്ക്കും നിനക്ക് ഒരുക്കമുണ്ടായിരിക്കണം എന്നാണ്.
ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യതയുള്ള ഒരു ശുശ്രൂഷയാണ് ദൈവാരാധന അല്ലെങ്കിൽ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞപ്പോൾ, ശിഷ്യന്മാർക്കോട് പറഞ്ഞപ്പോൾ, അത് ഉടനെ അവരതിനുള്ള വഴികൾ അവിടെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് പറയുന്നത് തിടുക്കത്തോടെ തിന്നേണം, സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഒന്ന് ശ്രദ്ധിക്കുക പെട്ടെന്ന്. വിശുദ്ധരായിരിക്കണം, ഹൃദയശുദ്ധീകരണം വേണം. പിന്നെ ഈ ലോക ജീവിതം കഷ്ടത നിറഞ്ഞതാണ്. പിന്നെയോ വിശ്വാസികളെല്ലാം പരദേശികളാണ്, അത് നാളെ നമുക്കുള്ളതല്ല. പിന്നെ ആരാധനയ്ക്ക്, ഒരു ആത്മീക ശുശ്രൂഷയ്ക്കും ഒരുക്കമുണ്ടായിരിക്കണം, സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്നാണ്. ഇത് പഴയ നിയമ പുതിയ പുസ്തകത്തിലും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗങ്ങളും ചിന്തകളുമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. ഇതിലെ 4 ചിന്തകൾ ഓർപ്പിക്കുന്നത്: ഒന്ന്, ഇതിൻ്റെ കർത്തൃമേശാചരണത്തിൻ്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത് കൂട്ടായ്മകളുടെ അടയാളമാണ്. ഒരുമിച്ച് പങ്കുചേരുന്നതിൻ്റെ ഒരു അടയാളമാണ്. ദേവാലയത്തിൽ വന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കാളികളാകാതെ ഒരാൾ പോയാൽ യേശുക്രിസ്തുവിനോട് കൂടെ പങ്കാളി അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ആരാധനയ്ക്ക് വരുന്നു, പക്ഷേ തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നില്ല. അത് നമുക്ക് എന്തോ നമ്മളെ മാനുഷികമായ ചിന്തകൾ കൊണ്ട് അത് മാറ്റിവച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ബൈബിൾ പറയുന്നത് ദൈവത്തോട് നിനക്കെന്തില്ല, കൂട്ടായ്മ ബന്ധമേ ഇല്ല എന്നാണ്. അപ്പൊ കൂട്ടായ്മ ബന്ധത്തിൻ്റെ ഒരു അടയാളമാണ് എന്തോന്ന്, കർത്തൃമേശ അല്ലെങ്കിൽ തിരുവത്താഴം എന്ന് പറയുന്നത്. ഇവിടെ കർത്താവ് ഒരുക്കിയത് അങ്ങനെ തന്നെയാണ്. ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയുടെ അടയാളം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. രണ്ടാമത് പറയുന്നത് കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മയുടെ ഒരു ശുശ്രൂഷയാണ്. നമ്മളൊക്കെ ചിലവരൊക്കെ ഈ പണ്ട് കാലഘട്ടത്തിൽ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ കൂടുതലും ബന്ധുക്കളൊക്കെ കൊണ്ടാണ് പോകുന്നത്. 1 2 വാഹനത്തിൽ അവർ വിമാനത്താവളത്തിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ ബന്ധുക്കളൊക്കെ കൊണ്ടുപോകും. ചേട്ടന്മാരെ മക്കൾ കാണും, അനിയന്മാരെ മക്കൾ കാണും, അനിയത്തിമാർ കാണും. എല്ലാവരും കൂടെ പോയാണ് ഒരാളിനെ വിദേശത്തു നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഭാര്യ കാണും. പക്ഷെ എല്ലാവരുടെയും ശ്രദ്ധ മുഴുവനും അവിടെയുള്ള മറ്റ് കാര്യങ്ങളിലാണ്. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെയുള്ള ശ്രദ്ധയായിരിക്കും. പക്ഷെ ഭാര്യയുടെ മനസ്സും ശ്രദ്ധയും ആ കണ്ണാടി കൂട്ടിൻ്റെ അകത്തേക്ക് തൻ്റെ കണ്ണുകൾ അങ്ങോട്ട് പായിക്കുന്നത്, അതിനകത്തൊരു ചെറിയ സ്ഥലം കിട്ടിയാൽ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കപ്പെടുന്നത് ആരെക്കുറിച്ചായിരിക്കും? തൻ്റെ ഭർത്താവിനെ കുറിച്ചാണ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായി ശ്രദ്ധിക്കപ്പെടാൻ കഴിയുന്നത് എൻ്റെ കുടുംബനാഥനെയാണ്. മറ്റുള്ളവർക്കൊക്കെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ, പക്ഷേ തൻ്റെ ഭാര്യയ്ക്കുള്ള ചിന്ത ആ ഭർത്താവിന് വേണ്ടിയാണ്. അതുപോലെ മണവാട്ടിയാകുന്ന സഭ ക്രിസ്തീയ സഭയിൽ നിലനിൽക്കുമ്പോൾ, യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുമ്പോൾ, യേശുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അവൻ്റെ ശരീരരക്തത്തിൽ പങ്കാളികളാകാൻ വിളിക്കപ്പെട്ട മക്കളാണ് ദേവാലയത്തിൽ ദൈവികമായ ആരാധനയിൽ പങ്കെടുത്ത് ദൈവിക നന്മ അനുഭവിക്കുന്നവർ. ഇവിടെ ആ ഒരു അനുഭവത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിന് എന്തുണ്ടാകണം? അതേപോലെയുള്ള ഒരുക്കവും കാഴ്ചപ്പാടും ഉണ്ടായിരിക്കണം. നമ്മുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ്. അപ്പോൾ ഒന്നാമത് പറഞ്ഞത് കൂട്ടായ്മയുടെ ഒരു അടയാളമാണ്. രണ്ടാമത് പറഞ്ഞത് കർത്താവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയുടെ ശുശ്രൂഷയാണ്. അത് തൻ്റെ സകല മഹത്വത്തെയും സമ്പൂർണ്ണമാക്കുന്ന ഒരു ഓർമ്മയാണ്. തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു,
നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യണം? ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒരു പെരുന്നാൾ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. ഇനി പുളിപ്പ് പാടില്ല, പഴയതൊന്നും പാടില്ല. പഴയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് നമുക്കൊരുമിച്ച് കൂടണമെന്നാണ്. ചില ജോലി സ്ഥലങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ച് കൂടാറുണ്ട്, അല്ലേ? പലതരത്തിലും കുഞ്ഞുങ്ങൾ കൂടുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എല്ലാ കൂടലും ശരിയുള്ളതല്ല, എന്നാൽ ചില കൂടലുകൾ മാത്രമേ നല്ലതായിട്ട് ആയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് തൻ്റെ സകല മഹത്വത്തെയും സമ്പൂർണമാക്കുന്ന ഓർമ്മയാണ് എന്തോന്ന്? ഈ തിരുവത്താഴം അല്ലെങ്കിൽ പെസഹ എന്നുദ്ദേശിക്കുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പ്രത്യാശയെ ഉജ്ജ്വലിപ്പിക്കുന്ന ശുശ്രൂഷ കർത്താവ് വരുവോളം തൻ്റെ മക്കൾക്ക് ഒരുക്കി കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ വർഷം തോറും ഇങ്ങനെ പെസഹ കൂടുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ അതിൽ നിന്നൊക്കെ വളരെ ദൂരെ വേറെ എവിടെയൊക്കെയോ നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചിന്തകൾ യഥാർത്ഥ ആളിനെ ശ്രദ്ധിക്കാൻ കഴിയാതെ നമ്മളെവിടെയോ ഉത്സവങ്ങളിലായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ കർത്താവുമായിട്ടുള്ള ഈ പെസഹ നാളിൽ നമുക്കൊരു കൂട്ടായ്മ ബന്ധം ഉണ്ടാകണം എന്നാണ്. അപ്പോൾ ഇന്ന് സ്ഥിരീകരണത്തിലേക്ക് പോകുന്ന പ്രിയപ്പെട്ടവർ വളരെ ദിവസങ്ങൾ കൊണ്ട് അവർ പഠിക്കുക, ഒത്തിരി കാര്യങ്ങൾ അവർ പഠിച്ചു, അവരെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി, അവരെ ആത്മീക അനുഭവത്തെക്കുറിച്ച് മനസ്സിലാക്കി, ഭക്തിയോടുകൂടെ ജീവിക്കണം എന്നുള്ളത് മനസ്സിലാക്കി, ദൈവകൃപ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ഇവിടത്തേക്ക് മാത്രമല്ല, അത് എല്ലാ കാലത്തേക്കും ഉണ്ടായിരിക്കണം. ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പഠിക്കാനായിട്ട് അവസരമുണ്ടായി. അതൊരു ശ്രേഷ്ഠമായൊരു കാര്യമാണ്. അത് വീണ്ടും ഒഴുകി പോകുവാനായിട്ട് പാടില്ല. അത് അവരുടെ ജീവിതത്തിൽ ഭംഗിയായിരിക്കണം എന്നാണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അനുസ്മരണ പ്രഖ്യാപനമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗത്സമന മുതൽ കാൽവറി വരെയുള്ള യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം, അവൻ്റെ ശരീരത്തിലുള്ള വിയർപ്പ് തുള്ളികളെല്ലാം രക്തത്തുള്ളികളായി മാറിയത് ഒരു മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കഷ്ടാനുഭവത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ കർത്താവെ എന്നെ ഒരു പുതിയ ഒരു മനുഷ്യനാക്കി, എന്നെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നുവെങ്കിൽ അതാണ് പെസഹായുടെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഈ അവസ്ഥ എന്ന് പറയുന്നത്. അത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഈ രാത്രിയിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ തൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള ഒരുമിച്ചുള്ള കൂടിക്കാഴ്ചയിൽ കർത്താവ് തൻ്റെ താഴ്മ ധരിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ കാലുകളൊക്കെയും കഴുകി കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, കർത്താവേ നീ ഇത്രയും ഇത് കഴുകാൻ ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ കാല് കഴുകാൻ നീ സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറഞ്ഞു, അതില്ലെങ്കിൽ എനക്കും തമ്മിൽ ബന്ധമൊന്നുമില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ എങ്കിൽ പിന്നെ ആണെങ്കിൽ മുഴുവനെ നീ കഴുകിക്കൊള്ളണമെന്നാണ്. അപ്പോൾ പറഞ്ഞു, നീ കുളി കഴിഞ്ഞവനാ, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആത്മീക ജീവിതം പച്ചപിടിക്കണം, ഉണങ്ങിപ്പോകുന്ന ഒരു വൃക്ഷം പോലെ ആയിത്തീരരുത്. യാക്കോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വേരറ്റ് പോയ വൃക്ഷത്തിന് ഭക്ഷണം കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല എന്നാണ്. വേരറ്റ് പോയാൽ അത് ഉണങ്ങിപ്പോകുന്ന വൃക്ഷത്തിന് ഫലം കായ്ക്കാൻ കഴിയത്തില്ല. ഫലമില്ല എങ്കിൽ പിന്നീട് ആ വൃക്ഷത്തിന് സംഭവിക്കുന്നത് മനുഷ്യർ പറയും, ഈ വൃക്ഷത്തിനെ വെട്ടി എന്ത് ചെയ്യണം? തീയിലിടണം, കാരണം ഫലമില്ല. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാനായിട്ട് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ പെസഹ നാളുകളിൽ നമുക്ക് ഒരുമിച്ച് ഈ ക്രിസ്തുവിനെ ആരാധിക്കുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനും കഴിഞ്ഞുവെങ്കിൽ
ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഈ കൂട്ടായ്മയുടെ മഹത്വം കാൽവരി ക്രൂശിലൂടെ അടിവാരത്തിലേക്ക് ചെല്ലുമ്പോൾ, അവിടെ വേദന കൊണ്ട് പുളയുമ്പോൾ, അനേകർ വട്ടം കൂടി യേശുവിനെ ഉപദ്രവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, അവിടെ പറഞ്ഞു, കർത്താവ് തൻ്റെ ശിഷ്യനോട് ആദ്യം പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി. അപ്പോൾ കർത്താവ് ചോദിച്ചു, നീ എന്തിനാണ് ഉറങ്ങുന്നത്? അവർ ഉറക്കത്തിലായി. കർത്താവ് പിന്നീട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങി ആശ്വസിപ്പിച്ചുകൊള്ളും. കാരണം എന്താണ്? കർത്താവിൻ്റെ കഷ്ടാനുഭവ നാളിൻ്റെ ആ സമയത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്നാണ്. ഈ രാത്രി വേദന നിറഞ്ഞ ഒരു രാത്രിയാണ്. കർത്താവും ശിഷ്യന്മാരും വിശ്വാസികളും ആളുകളും ഒക്കെ തേങ്ങിക്കരഞ്ഞുകൊണ്ട്, നെടുവേർപ്പെട്ടുകൊണ്ട് ലോകം മുഴുവനും അറിയിച്ചു കൊണ്ടിരിക്കുന്ന ആ ശബ്ദം ദൈവിക ശബ്ദമാണ് എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു, അതിനവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ചെന്ന് നിന്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറഞ്ഞത്. ഇന്ന് രാത്രിയിൽ നമുക്കും അങ്ങനെ ഒരു പെസഹയുടെ കാലഘട്ടം, ഒരു പെസഹയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനായി സർവശക്തനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുക്കട്ടെ. കർത്താവിൻ്റെ കൃപ തൻ്റെ മക്കളുടെ മേൽ ഇന്ന് സ്നാനത്തിനും സ്ത്രീകരണത്തിനുമായി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർ, അല്ലാതെ തിരുവത്താഴത്തിലേക്ക് പ്രവേശിക്കുന്നവർ, കർത്താവിന് ഒരു പുതുമയോടുകൂടെ, ദൈവമേ ഈ നാളുകളിൽ എന്നെ ഒരുക്കണമേ എന്നുള്ള നല്ല ചിന്തയോടുകൂടെ നമുക്ക് ഇന്നു മുതൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് വരാൻ, ഈ ക്രൂശ് മരണവും ഈ കഷ്ടാനുഭവ നാളുകളും കഴിഞ്ഞ ദിവസം മുതൽ നോമ്പ് കാലം, അല്ലെങ്കിൽ ചാമ്പൽ ബുധൻ ആരംഭിച്ച സമയം മുതൽ ഇതുവരെയും നോമ്പ് കാലമായി ആരാധിക്കപ്പെടുവാനും ദൈവവചനം വായിക്കാനും ശ്രേഷ്ഠമായ അനുഭവങ്ങൾ നമുക്ക് തന്നുവെങ്കിൽ അത് ഏറ്റവും വിലയേറിയ ഒരു അനുഭവമായി കണ്ടുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. അതിനായി പരിശുദ്ധനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തയേശുവിങ്കൽ കാക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് ധർമ്മശേഖര വാക്യങ്ങൾ ഒരുമിച്ച് ഏറ്റുചൊല്ലാം.